ഹായ് വെൽക്കം ടു മൈ സൺഡേ. ഇതിലോൻ്റെ പരാക്രമങ്ങൾക്ക് ശേഷം അവൻ എന്നോടൊരു പരാക്രമം ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ്. ദാറ്റ് ഈസ് ബിരിയാണി. അവൻ ഇന്ന് ബിരിയാണി വേണമെന്ന്. അല്ലെങ്കിലോ ഒരു സൺഡേ എനിക്കാണെങ്കിൽ മുഴുത്ത മടി. അതിനിടയിൽ ഞാൻ ബിരിയാണി ഉണ്ടാക്കണം. ഏതായാലും ഉണ്ടാക്കി കളയാം. നമ്മുടെ കുറച്ച് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ച് അതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. ഡീപ് ഫ്രൈ അല്ല കേട്ടോ, ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുത്താൽ ഇങ്ങ മതി. അത് കഴിഞ്ഞ് നമ്മുടെ താരം കുക്കറിന് അങ്ങ് അടുപ്പത്തേക്ക് വെക്കുക, നെയ്യ് ഒഴിക്കുക, പിന്നെ കയ്യിലുള്ള പട്ട വഹ എല്ലാം കൂടെ വാരിക്കോരി ഇടുക. എൻ്റെ കയ്യിലുള്ളതൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. ഈ മഞ്ഞ കളറിൽ എണ്ണയുണ്ടല്ലോ, നേരത്തെ ചിക്കൻ വറുത്ത എണ്ണയാണ് കേട്ടോ. പിന്നെ ഇഞ്ചിയും അതേപോലെ വെളുത്തുള്ളിയും ചതച്ചതും ഒരു 2 കൈപ്പിടി ഒനിയനും ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇങ്ങനെ ഇളക്കുക. മൂക്കാനൊന്നും ഞാൻ നിൽക്കുന്നില്ല. ഒരു തക്കാളി അപ്പം തന്നെ ആഡ് ചെയ്ത് പിന്നെയും ഇളക്കുന്നുണ്ട്, കാരണം ഇതിൽ കുറേ ഇളത്തിൽ ആവശ്യം വരുന്നുണ്ടല്ലോ. പിന്നെ നമ്മളൊരു കാര്യം ചേർക്കാൻ മറന്നു വിട്ട്, പച്ചമുളക്. അത് നമ്മൾ കീറുന്നില്ല, അതേപടി തന്നെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മുടെ കയ്യിലുള്ള മസാല, അതായത് മസാലപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇതൊക്കെയാണ് ആഡ് ചെയ്യുന്നത്. അങ്ങനെ അതൊക്കെ ഇട്ട് നന്നായിട്ട് നമ്മൾ ഇളക്കി മറിച്ചിങ്ങെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ടിങ് 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 എന്ന് പറഞ്ഞ് ചിക്കൻ ആഡ് ചെയ്യാം. പിന്നെ ചിക്കനിലുള്ള ഒരു ജ്യൂസി വെള്ളം ഉണ്ടല്ലോ, അതും കൂടെ ഇട്ടതിന് ശേഷം നന്നായിട്ടങ്ങ് ഇളക്കി മറിച്ച് തിരിച്ചങ്ങോട്ട് കൊടുക്കുക. ഒരു സാധനം മറന്നിട്ടുണ്ടല്ലോ, അരിയിടണം. അങ്ങനെ ഒരു ഗ്ലാസ് അരി ഇട്ടു. അരി ഇട്ടതിന് ശേഷം ഒരു ഗ്ലാസ് അരിക്കും ഞാൻ 2 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത്. എൻ്റെ കുക്കർ ഇപ്പം അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഓരോരുത്തരുടെ വീട്ടിൽ കുക്കർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അങ്ങനെ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ ഉപ്പിടണം. ഉപ്പിട്ടില്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അങ്ങനെ കൈപ്പാകത്തിന് ഞാൻ ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ മല്ലിയിലയും പുതിനയും ഇട്ടിട്ടുണ്ട്. അതിനുശേഷം കുക്കർ അടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ വിസിലങ്ങ് വെച്ച് ഒരു ക്യുക്ക് ചിക്കൻ കറിയും കൂടെ എൻ്റെ സൈഡിൽ കൂടെ നടക്കുന്നുണ്ട് കേട്ടോ. 2 വിസിലിന് ശേഷം വിസിൽ ഫുള്ളായിട്ട് കളഞ്ഞ് കുക്കർ തുറന്നാലുണ്ടല്ലോ സ്വർഗം എന്ന് പറഞ്ഞാൽ പോരാ, അടിപൊളിയായിട്ടുണ്ടായിരുന്നു. എനിക്ക് മണം കൊണ്ട് നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. വേഗം ഞാൻ തട്ടി പ്ലേറ്റിലാക്കി കുറച്ച് സാലഡ് ഉണ്ടാക്കി. കച്ചമ്പർ, സാലഡ്, കുക്കുംബർ അതൊന്നും ഇടുന്നില്ല. നമ്മുടെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് സാലഡ് ഉണ്ടാക്കുന്നുണ്ട്. അതിനുശേഷം ടേസ്റ്റിംഗ് ടൈമാണ്. ഒരു കുഞ്ഞ് പീസ് ചിക്കനിങ് എടുക്കുക, നല്ല റൈസ് ഇങ്ങോട്ട് എടുക്കുക. അതിനുശേഷം അതിലേക്ക് കുറച്ച് കച്ചമ്പറും അതേപോലെ തന്നെ സവാളയൊക്കെ ഇങ്ങോട്ട് കൂട്ടി പിടിച്ച് കുഴച്ചടിച്ചെടുത്താലുണ്ടല്ലോ സൺഡേ. പിന്നെ നിങ്ങൾക്ക് എന്ത് വേണം? അപ്പോൾ എല്ലാം ട്രൈ ചെയ്തൊക്കെ. ബൈ.